നമസ്കാരം. ഇലക്ഷന്റെ ചൂട് പതിയെ പതിയെ കേരളത്തിലേക്കും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഈ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രീതിയിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. അതായത് സ്റ്റാലിന്റെ ഭരണപക്ഷം അവിടെയുള്ള ജനങ്ങൾക്ക് 5000 രൂപ പാരിതോഷികമായിട്ട് നൽകുന്നു. അതുകൂടാതെ വീട്ടിലേക്ക് ഓരോ ലാപ്ടോപ്പ് നൽകുന്നു. കൂടാതെ ഭക്ഷണ വസ്തുക്കൾ, അതുപോലെ തന്നെ വീട്ടുപകരണങ്ങൾ തുടങ്ങി ഇലക്ഷനിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള കുതന്ത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ തമിഴ്നാട്ടിൽ ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 50,000 രൂപയോളം വില വരുന്ന ലാപ്ടോപ്പാണ് ഓരോ കുടുംബത്തിനും നൽകിയിരുന്നത്. അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വലിയ രീതിയിലുള്ള ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന് എന്ത് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസം വയനാട് പ്രളയത്തിൽ ഈ വീട് നഷ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഒരു ടൗൺഷിപ്പ് തയ്യാറാക്കിയ ഉടൻ തന്നെ ഗവൺമെന്റ് കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വളരെ നല്ല കാര്യമായിരുന്നു. ആ ടൗൺഷിപ്പിന്റെ കാര്യങ്ങളും മറ്റും വീഡിയോസിലൂടെ കണ്ട സമയത്ത് തീർച്ചയായിട്ടും അഭിമാനകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഏകദേശം 400 സംതിങ്ങോളം വീടുകളാണ് കേരള സർക്കാർ ഇവർക്ക് വേണ്ടി വെച്ചു കൊടുക്കുന്നത്. അതിൽ 177ഓളം വീടുകളുടെ താക്കോൽ കഴിഞ്ഞ ദിവസം കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറയുന്നത്, അപ്പൊ ഇലക്ഷൻ അടുത്ത് ഇങ്ങനെ ആളുകൾ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു വാർത്തയാണ് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെയൊക്കെ ചുറ്റുപാടുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ അവിടെ പൊതുവായിട്ടുള്ള ആളുകളുടെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിന്റെ ബന്ധപ്പെട്ടുള്ള ആളുകളുടെ പേരോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ആ പേരുകളോ ഒക്കെ ആയിരുന്നു പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നൽകിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും നമുക്ക് അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം സ്കൂളുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അച്യുത മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, അല്ലെങ്കിൽ PT കുഞ്ഞിറഹ്മാൻ ആജി ഗവൺമെന്റ് സ്കൂൾ എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു പേര് പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു പേരിൽ ഏതെങ്കിലും സ്കൂൾ ഉണ്ടെങ്കിൽ അത് കാര്യമാക്കണ്ട. ജസ്റ്റ് ഞാനൊരു പേര് പറഞ്ഞു എന്ന് മാത്രം. ഇത്തരത്തിൽ പല പേരുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് പേര് കൊടുക്കുന്നതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ പഠിച്ചിരുന്ന സ്കൂളുകളിൽ ഇങ്ങനെ ഗവൺമെന്റ് സ്കൂളാണ്, പക്ഷെ പേരൊക്കെ വരുന്നത് നാട്ടിലുള്ള ആളുകളുടെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേരുകളൊക്കെ ആയിരുന്നു പ്രധാനമായിട്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗവൺമെന്റ് ഇപ്പൊ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും എന്താ പറയുക സ്കൂളുകളോ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കോ ഒന്നും തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും മതത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതിയുടെയോ പേര് എന്തിന്റെങ്കിലും പേര് ഒന്നും നൽകണ്ടെന്നും മറിച്ച് മറ്റെന്തെങ്കിലും പേരാണ് നൽകേണ്ടതെന്നുള്ള ഒരു തീരുമാനം ഇപ്പോൾ ഗവൺമെന്റ് എടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അഭിനന്ദനാർഹീയമായ ഒരു നിലപാടാണ് ഇതെന്ന് പറയുന്നത്. കാരണം ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും മതത്തിന്റെയോ ജാതിയുടെയോ ചട്ടക്കൂടിൽ വരുന്ന ഒരു സംഭവമല്ല. അത് ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള എല്ലാവർക്കും അംഗീകരിക്കാനും അതുപോലെ തന്നെ എല്ലാവർക്കും ഉപയോഗപ്പെടുത്താനും ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഗവൺമെന്റ് എടുത്ത ഈ ഒരു തീരുമാനം വലിയ രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ്.